എന്താ അവിടെ വഹാബും പേരോടും തമ്മിലുള്ള പ്രശ്നം? ഇന്നിപ്പോൾ പലരും വിളിച്ചത് എന്താ പോലമ്മിൽ എന്താ തല്ലുണ്ടായോ? പോലമ്മിൽ തല്ലുണ്ടായിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പഴയ കാലത്തുള്ള സുന്നികളെ തൗഹീദൊക്കെ എന്നാണ് മാറ്റിയിട്ട് പേരോട് കുറച്ച് പുതിയ തൗഹീദ് ഉണ്ടാക്കി. ഇവിടെ ഔലിയാക്കന്മാർക്ക് തദ്ബീറുണ്ട്. മടവൂര് ശൈഖുനെ കുറിച്ച് മുദബ്ബിറുൽ ആലമാണെന്ന് രേഖപ്പെടുത്തിയത് മർക്കസിൽ നിന്നിറങ്ങിയ കിതാബ്, ഞങ്ങളാരോ പറഞ്ഞല്ലേ. അങ്ങനെ രേഖപ്പെടുത്തിയതിനെ കുറിച്ച് അത് ശിർക്കാണ്. മുദബ്ബിറുൽ ആലം എന്ന് അല്ലാഹ് അല്ലാത്ത മറ്റൊരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് വാദിച്ചു. ആര്? പേരോട് വാദിച്ചതാ. കേട്ടോളൂ, അയാളെ പ്രസംഗം വെച്ചോടുക്കും. താക്കീത് നൽകിയ റസൂലാണ്, അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അശ്അരി തരീഖത്ത്. വബറാഅതി മിൻ കുല്ലി ശിർകിൻ ഖാലഹു മൻ ലാ യുഖിറു ബിഫിലിഹി മബ്റൂറാ. സർവ വിഷയങ്ങളും അല്ലാഹുവാണ് ചെയ്തു തരുന്നതെന്നും അവനാണ് സൃഷ്ടിച്ചു തരുന്നതെന്നും വിശ്വസിച്ചുകൊണ്ട് ഒരു ശിർക്കിന്റെ വ്യാജ തരീഖത്തോ ശിർക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങളോ ഇല്ലാത്തവരാണ് റാഫിളത്തിൽപ്പെട്ട ചില കക്ഷികൾ വാദിച്ചവരുണ്ടല്ലോ. എന്താണ് അവർ വാദിച്ചത്? അല്ലാഹു തആല ഈ ഭൂമിലോകം പടച്ചു, എന്നിട്ട് തദ്ബീറൽ ആലമി ലഅലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ലോകം മുഴുക്കെ നിയന്ത്രിച്ച് ഭരിച്ച് വ്യവസ്ഥപ്പെടുത്തി കൊണ്ടുപോകാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അതൊരു ശിർക്കിന്റെ വാദമാണ് എന്ന് മഹാനായ ശിർക്കിന്റെ വാദമാണ്. എന്താ ശിർക്ക്? ഇപ്പോ മഹാനരായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറാണ്, മുദബ്ബിറുൽ ആലമാണ്, തദ്ബീറുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കിന്റെ വാദമാണ്. എന്തേ പോയി ശിർക്കായത്? എന്താ പ്രശ്നം? ഇവിടെ അല്ലാഹ് മുദബ്ബിറാണ്. ആ മുദബ്ബിറുൽ ആലം എന്ന പേര് വേറൊരു സിട്ടിക്ക് വന്നതാ കള്ളത്തൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞ് മുട്ടായി ഉണ്ടാക്കണം. അതായത് ഒന്നും കൂടി വ്യക്താക്കേണ്ട. സാഹിത്യോത്സവിൽ പോയി വായിച്ചിട്ട് അതൊന്ന് കളിപ്പിച്ചു കൊടുക്ക്. ആരാ നമ്മൾ സാധാരണ റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ്, അതിന്റെ ഉടമസ്ഥൻ നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബ്, അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നിട്ട് ശറഉൽ മഖാസിദ് ഒക്കെ വായിച്ച് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കിതാബ് വായിക്കണ കോലാപ്പത് ഈ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ടാ കിതാബ് വായിക്കണം. അപ്പൊ മുദബ്ബിറുൽ ആലം എന്ന് എവിടെ കണ്ട്? ശറഉൽ മഖാസിദിൽ കണ്ട്. അല്ലാഹ് മുദബ്ബിറുൽ ആലമാണ്, അത് അവന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അപ്പൊ പിന്നെ മടവൂര് ശൈഖിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അലിയാരെ കുറിച്ച് പറഞ്ഞാൽ ശിർക്കാണ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇപ്പൊ അയാൾ ഉണ്ടാക്കിയ ഒരു തൗഹീദ്, ഇപ്പൊ പുതിയതുണ്ടാക്കിയതാണ്. ഈ തൗഹീദാണ് മൊത്തത്തിൽ ഇത്. ഇയാൾ മാത്രമല്ല, അലവി സഖാവി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഗണ്ണിച്ച്, എങ്ങനെ നമ്മൾ ഗണ്ണിച്ച്? മുദബ്ബിറുൽ ആലം എന്ന് അല്ലാഹനെ കുറിച്ച് പറയുന്നത് പോലെയല്ല ആരെക്കുറിച്ച് പറയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ്, ശൈഖുൽ മശായിഖ്, ശൈഖ് മടവൂർ. ഒന്ന് അല്ലാഹു നേരിട്ട് ചെയ്യുന്നതാണ്. അതേ സമയത്ത് ഔലിയാക്കളുടെ തദ്ബീറോ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ്. ഇതല്ലേ വ്യത്യാസം? ഇത് നമ്മൾ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായില്ല. ബല് പുതിയ തൗഹീദായിട്ട് മുന്നോട്ട് പോയി. മംഗലാപുരത്ത് വന്ന് ഹുസൈൻ സലഫ് ഇളക്കി വിട്ടുപോലെ മറുപടി പറയാൻ നിർബന്ധിതരായി. അപ്പൊ സലഫി പറഞ്ഞു, കണ്ടോ ഔലിയാക്കളെ സഹായിയാക്കുന്നു ഇവര്. ഔലിയാക്കളും സഹായി, അള്ളയും സഹായി, ശിർക്കായില്ലേ? സലഫിന്റെ പഴയ ചോദ്യം തന്നെ. അതിൽ പോലും കണ്ട് വന്നിട്ട് വഹാബിന് ഇത് ബോധമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് സലഫിക്ക മറുപടി പറയുന്നു, കൊള്ളണൊക്കെ പേരോളാണ്. ഞാൻ ഒരേ പണിയടുത്ത് ആ തൗഹീദിലാ AP സമസ്ത മൊത്തപ്പോഴുള്ള ഇവനിപ്പോ മനസ്സിലായിണ്ടാവില്ല ഇത് എടുക്കാതെ കൊള്ളണ് തന്നെ. എന്നിട്ട് ഇയാൾ പറയാ, ഉദാഹരണമൊക്കെ നിരത്തിയിട്ട് സമീആണ്, ബസീറാണ്,
ഇതൊക്കെ അള്ളാഹിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. പക്ഷേ അല്ല സമീ ആയതുപോലെയല്ല നമ്മൾ സമീയാകുന്നത്. എങ്ങനെയുണ്ട് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അവന്റെ ഒന്നാമത്തെ വരട്ടെ. അതന്നെ അള്ള കൊടുത്തതാ. അള്ളാഹുവിന്റെ കഴിവോ സ്വതന്ത്രമാണ്. അള്ളാഹ്ക്ക് കേൾക്കാനും കാണാനും കഴിയുന്നത് സമീആണ്. അള്ളാഹു അലീമാണ്. എന്നാൽ ഭാഷാപരമായി ഞാനും സമീആണ്, ഞാനും അലീമാണ്. എന്റെ കേൾവി അള്ളാഹു തന്നതാണ്, എന്റെ ഇൽമ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. എന്നാൽ അള്ളാന്റെ അങ്ങനെയല്ല. ഇതാണ് സമൂഹം പഠിപ്പിക്കപ്പെടുന്ന കടുത്ത അന്ധവിശ്വാസം. അതാണ് യുഅ്മിനൂന ബിൽ ഗൈബ്. വഹാബിയക്ക് അതൊക്കെ അന്ധവിശ്വാസം. മൗലവി പറയാ ഇതാണ് കടുത്ത അന്ധവിശ്വാസം. അവ നമ്മളന്ന് പറഞ്ഞ് കറക്റ്റാ. എന്ത്? അല്ല മുദബ്ബിറുൽ ആലമാണ്. മടവൂര് ശൈഖുനയും മുദബ്ബിറുൽ ആലമാണ്. രണ്ടും ഒരുപോലെയല്ല. ഏതുപോലെ? അല്ല സമീആണ്, ഇയാൾ പറയാം ഓനും സമീആണ്. അല്ല ബസീറാണ്, ഇയാളും ബസീറാണ് അത്രേ. പക്ഷേ രണ്ടും രണ്ട് അർത്ഥത്തിനാണ്, വാക്കിലെ ഒന്നായിട്ടുള്ളൂ. തന്നെയല്ലേ നമ്മളും പറഞ്ഞു. സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്തുക ചെയ്യാന്നുള്ള അള്ളാഹ്ക്ക് ഉണ്ടാവുള്ളൂ. മറ്റത് അല്ല കൊടുത്തതാണ്. ഒന്ന് ദാത്തിയാണ്, ഒന്ന് അത്വായിയാണ്. ഇതല്ലേ നെല്ലിക്കുത്ത് ഉസ്താദ് മുദബ്ബിറിന്റെ അവിടെ പറഞ്ഞെന്ന് നിങ്ങൾക്ക്. എന്നിട്ട് അത് ബോധമല്ലാതെ ഈ പേരോട് എന്ന് പറയുന്ന പുതിയ വഹാബി വന്നിട്ട് തൗഹീദ് മാറ്റിമറിച്ച് AP സമസ്തന്റെ മുഴുവൻ തൗഹീദും അടിമുടി മാറ്റിയിട്ട് ഇപ്പൊ നിങ്ങള് സലഫിനോട് പറഞ്ഞു കൊടുക്കുക എന്ത്? അത് രണ്ടും രണ്ട് അർത്ഥത്തിനാട്ടോ. അപ്പൊ നിങ്ങൾക്കിത് ബാധകല്ലേ? നിങ്ങൾക്കിത് ബാധകല്ലേ? അതോ പെട്ടതാ? ഇതാണ് തൗഹീദിൽ വരെ ഉറപ്പില്ലാതെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു മുദബ്ബിറിൽ മാത്രമല്ല, മടവൂര് ശൈഖുനെ കുറിച്ച് പാട്ടറിങ്ങളൊക്കെ നിങ്ങൾ കുഫ്രാരോപണമായിട്ട് വന്നിട്ടുണ്ട്. ഈ കുഫ്രാരോപണം നിലനിൽക്കുമ്പോ നിങ്ങളെങ്ങനെ സലഫിനോട് ഇത് പറയല്? ഇത് ഞങ്ങൾ പറയേണ്ടതല്ലേ? അത് പറയാൻ അവകാശമുള്ള ടീം ഞങ്ങളാണ്. ഈ എങ്ങനെ പറയാ? എന്റെ നേതാവുള്ളത് അപ്പുറത്തെ തൗഹീദിലാ, എങ്ങനെ പറയും? നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അടുത്ത പാട്ട് വെക്ക് വരട്ടെ. നാഥനായിടും മാലികുൽ മുൽക്കായ മുൽക്കി ശൈഖനാ മടവൂർ വലി പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസുലായ നൂറേ ശൈഖനാ മടവൂർ വലി. പാട്ടിനെ വിമർശിക്കാൻ നിങ്ങൾ എങ്ങനെ വന്നു? ആ പാട്ടിൽ രണ്ട് വാചകങ്ങളുണ്ട്. ഒന്ന് മാലിക്കുൽ മുൽക്ക്, ഒന്ന് അർശിന്റെ അധിപൻ. ഇത് രണ്ടും അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ്. അല്ലാത്ത ഒരാൾക്ക് മാലിക്കുൽ മുൽക്ക് എന്നോ അർശിന്റെ അധിപൻ എന്ന് പറഞ്ഞാലോ അത് ശിർക്കാണ്, കുഫ്റാണ് എന്നാ പറഞ്ഞത്. പണ്ടൊക്കെ നിങ്ങൾക്ക് പറയുന്നത് ഇപ്പൊ നടക്കൂല. നിങ്ങൾ പറയില്ല. ഇനി അതിനെ പേരോട് കണ്ണിക്കിന് ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. പേരോട് പറയാണ് അത് കടുത്ത കുഫറാണ്. പറഞ്ഞിട്ടോളൂ. മടവൂര് പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടി. പിന്നെ അവൻ തന്നെ പാടി മാലിക്കുൽ മുലൂക്കാണ്. പിന്നെ അവൻ തന്നെ പാടി അർശിന്റെ അധിപനാണ്. ഞാൻ അതിന് ശക്തിയുക്തം എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു. കാരണം ഞാൻ ഏകദേശം 40 കൊല്ലത്തിന്റെ മേലെയായി പ്രസംഗിക്കാൻ തുടങ്ങി. ഔലിയാക്കളെ കറാമത്തും തവസ്സുലും ഇസ്തിഗാസയും മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ഈ 40 കൊല്ലത്തോളമായി കേരളത്തിലും കർണാടകയിലും എത്രയോ രാത്രിയും പകലും പ്രസംഗിച്ചു ചേർന്നവരാണ് ഞാൻ. അതിലൂടെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുത്തിട്ട് ആ സുന്നികളെ മുഴുവനും കൊണ്ടുപോയി കാഫറാക്കി കളയാമെന്നോ അല്ലെങ്കിൽ വിദേഹത്തുകാരാക്കി കളയാമെന്നോ വിചാരിച്ചു. സുന്നികളെ കൊണ്ടുപോയി കാഫിറാക്കാൻ ഇയാളെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് സുന്നികളെ. മുമ്പ് രാത്രിയും പകലും അധ്വാനിച്ചിട്ട് ലാസ്റ്റ് കിട്ടിയതാണല്ലോ സുന്നികൾ. എന്താ അധ്വാനിച്ചിട്ടെന്ത് കാര്യം? ലാസ്റ്റൊക്കെ ഫാത്തിലാക്കിയില്ല. അത്തയാത്തിൽ ഒതു മുറിഞ്ഞില്ലേ? അതിന് മുമ്പ് ഫാത്തി ഓതിയാണ്ട് കാര്യമുണ്ടോ? ഒതു മുറിഞ്ഞ കഴിഞ്ഞിക്കാരം. അപ്പൊ എന്താ അവിടെ സംഭവിച്ച്? സാക്ഷാൽ പേരോട് പറയുന്നു മാലിക്കുൽ മുൽക്ക് എന്ന് മടവൂർ ശൈഖിനെ കുറിച്ച് പറഞ്ഞത് കുഫറാണ്. അതേപോലെ തന്നെ അർശിന്റെ അധിപൻ എന്ന് പറഞ്ഞ് കുഫറാണ്. പടച്ചോ എന്ന് പറഞ്ഞ് കുഫറായ പോലെ ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകണം. ഓരോന്നും കാണിച്ചരിഞ്ഞ് ഒന്നുകൂടി സലഫി ഒന്ന് ഇടപെടട്ടെ.
എതിർത്തവർ ഇന്ന് കരയേണ്ടി വരുന്നു. പേരോടിന് വലിയ വേദനയാണത്രേ. അയാൾ ഒരു ക്ലിപ്പിലൂടെ സംസാരിക്കുന്നുണ്ട്, ഒരു പ്രസംഗത്തിൽ വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ടെന്ന്. എന്താണ് പറയുന്നത്? അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ്, മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപനും അള്ളയൊക്കെ മടവൂരാണ് എന്നുള്ള വാദം. ഇത് ശരിയായ കുഫറാണ്. ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല. ഞാൻ വേദന പറഞ്ഞു, അന്തള്ളോല് തയ്യാറാവൂല. കാരണം ഓൽക്ക് ഇതിന്റെ വ്യത്യാസം അറിയാം. മാലിക്കുൽ മുൽക്ക്, അതേപോലെ അർശിന്റെ അധിപൻ, ഇതൊക്കെ നേരത്തെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു വരുന്നതാ. മുഹിയുദ്ദീൻ ശൈഖ് തന്നെ പറഞ്ഞില്ലേ, മല്ലകനി കുല്ലൽ ജിനാനി വമാഹവ, സ്വർഗവും പരിസരത്തുള്ള എല്ലാം എനിക്കല്ല മിൽക്കാക്കി തന്നു. വകുല്ലു മുലൂക്കിൽ ആലമീന റഈയത്തി, ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരിന്റെ പ്രജകളാണ്. അതാ ഞാൻ മാലിക്കുൽ മുലൂക്ക് പറഞ്ഞാൽ. അല്ലാതെ അല്ല മാലിക്കുൽ മുലൂക്ക് ആയതുപോലെ അല്ല, ബാക്കിലേ ഒന്നുള്ളൂ. ഏതുപോലെ അർശിന്റെ അധിപൻ, കദൽ അർശു വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ലതി, പേരോടെന്താ പറഞ്ഞ്? അർശിന്റെ അധിപൻ എന്ന് അള്ളാഹിനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇനി മറുപടി കൊടുക്കേണ്ട ആളാരാ? വഹാബ് കൊടുക്കണം. തല്ലിങ്ങള് നിങ്ങളെ തൗഹീദൊന്ന് ഏകീകരിക്കുക ആദ്യം. വഹാബും സലഫിയും കൂടി വരട്ടെ, രണ്ടാളും കൂടി വരട്ടെ, പറഞ്ഞു കൊടുക്കും. തൗഹീദ് പൊളിന്ന് മൗലവിമാര് മനസ്സിലാക്കിയില്ല. മൗലവി തുടരട്ടെ. പറ്റുമോ? ഒന്ന് ഗൗരവത്തോടെ ആലോചിച്ചു നോക്ക്. അത് നിങ്ങൾ പറയുന്നതിന്റെയും മുമ്പ് ഗൗരവത്തിൽ ആലോചിക്കുന്നവരാ മുസ്ലിമീങ്ങള്. അതുകൊണ്ടാ ഞങ്ങൾ അള്ളാഹ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നും അള്ളാഹ്ക്ക് ഉപയോഗിക്കുന്ന അർത്ഥത്തില് ഒരു വലിയനും വകവെച്ചു കൊടുത്തിട്ടില്ല, ഒരു റസൂലിനും വകവെച്ചു കൊടുത്തിട്ടില്ല, ഒരു നബിക്കും വകവെച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ റഹീം എന്നത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്, ഗഫൂർ റഹീം എന്നത് അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. എന്നാൽ അതേ വാക്കുകൾ, അതേ വിശേഷണങ്ങൾ ആ അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും. സലഫിനോട് വഅദ് പറയാ, റഹീം അള്ളാന്റെ വിശേഷണാണ്, റഹ്മാൻ അതേപോലെ തന്നെ റഊഫ്, ഈ വിശേഷണം കറക്റ്റ് ചെയ്ത് റസൂലിന് പറയുന്നു അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ ശിർക്ക് വരോ? ഇതേപോലാണ് പറഞ്ഞാൽ പോരെ. മാലിക്കുൽ മുൽക്ക്, അർശിന്റെ അധിപൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ പേരുകളാണ്. എന്നാൽ അതേ ഔലിയാക്കളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ആ വചനങ്ങളൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു വരുന്നു. പക്ഷെ രണ്ടും രണ്ട് രൂപത്തിലാണ്, വാക്കിലെ ഒന്നായിട്ടുള്ളൂ. ഒന്ന് റഹീമാണ്, അല്ല റഹീമായത് അവൻ ദാത്തിയായി തന്നെ റഹീമാണ്, കരുണ ചെയ്യുന്നവന് ഒരാൾ കൊടുത്തതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായത് അല്ല കൊടുത്തതാണ്. ഇതൊക്കെ തന്നെയാണ് മാലിക്കുൽ മുൽക്കിലും അർശിന്റെ അധിപനിലും. ഇതൊക്കെ ഇവിടെയുള്ള വ്യത്യാസത. ഈ വ്യത്യാസത്തെ ഓവർടേക്ക് ചെയ്ത് സലഫിന്റെ പണിയെടുത്ത പേരോടിന് മുട്ടൻ പണിയാ കൊടുത്തത്. ഈ രണ്ടും കൂടി നിങ്ങൾ വിശദീകരിക്കുക. മാലിക്കുൽ മുലൂക്കിന്റെ അവിടെ അത് പറ്റൂല എന്നും റഹീമിന്റെ അവിടെ അത് പറ്റുന്നു. അതെങ്ങനെ പറയുമ്പോ ഓർക്കണം, ഞങ്ങൾ പുറത്തുണ്ട് എന്ന്. തല്ല് കൂടുമ്പോ തല്ല് കൂടിയിട്ടില്ല എന്നാ ഇപ്പൊ ഒരു ചങ്ങായി പറഞ്ഞു. ഇതന്നല്ലേ ഇപ്പൊ തൗഹീദാണ് ഇപ്പൊ പറയുന്നത്. ഒന്നുകൂടി വെക്ക്, വഹാബ് പറയട്ടെ. മൗലവിമാർ ഇവിടെ ആടിനെ പട്ടിയാക്കി മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയാണ്. എന്നിട്ട് മൗലവി പറയുന്നുണ്ട്, അള്ളാഹുവിനുള്ള ഒരു സിഫാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല. നബിതങ്ങളെ കുറിച്ച് അള്ളാന്റെ ഏതെങ്കിലും ഗുണവിശേഷണങ്ങളെ, റബ്ബിന് മാത്രമുള്ള ഗുണവിശേഷണങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആ അർത്ഥത്തിൽ നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ പറയാൻ പറ്റൂല, അത് കറക്റ്റാ. അള്ളാഹുവിന്റെ റസൂലിന് ഒരു സിഫത്തും അള്ളാഹ്ക്ക് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്തിനാ വഹാബികളെ നമ്മൾ തർക്കിക്കണ്? യാ ഗൗസു യാ മുഹിയുദ്ദീൻ, ജീലാനി തങ്ങളെ നമ്മൾ ഗൗസ് എന്ന് വിളിക്കുമ്പോ അത് അള്ളാഹുവിനെ ഗൗസ് എന്ന് വിളിക്കുന്ന അർത്ഥത്തിലാണോ?
അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്നുള്ള ഒരു വിശേഷണവും അതേ അർത്ഥത്തിൽ ഔലിയാക്കളെ കുറിച്ച് പറയില്ല. അത് മാലിക്കുൽ മുൽക്കായാലും അർശിന്റെ രാജാവായാലും ഈ പടച്ചോൻ തന്നെ പറഞ്ഞു വിചാരിച്ചോളി, ഖാലിഖ് തന്നെയാണ് പറഞ്ഞത്. ഖാലിഖ് നാളെ പടച്ചോന്നല്ല അറബി. അപ്പൊ അള്ളന്നെ പറഞ്ഞതാ. ഈസാ നബിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്നി അഹ്ലുക്കുലക്കും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരുന്നു. അഹ്ലുക്കു എന്നുള്ളതിന്റെ ഫായില് മുത്തകല്ലിമിന്റെ ഞാൻ പടച്ചു തരുന്നു, ഞാൻ ഖാലിഖാണെന്നാ പറയണത്. അപ്പൊ പിന്നെ അല്ല ഖാലിഖാണ്. ഈസാ നബി അലൈഹിസ്സലാം ഖാലിഖായി. പക്ഷെ അല്ല ഖാലിഖായതിന്റെ മയനയല്ല ഈസാ നബി ഖാലിഖായതിന്റെ മയന. അല്ല ഖാലിഖ് എന്ന് പറഞ്ഞാൽ അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരാനാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ട്. അതാണ് ഖൽഖിന്റെ ഹഖീഖിയായ മയന. അപ്പൊ ഈസാ നബി പറഞ്ഞതോ, ഈസാ നബി ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടി കൂടിയിട്ട് ആ ഈസാ നബി കളിമണ്ണെടുത്തു. കളിമണ്ണ് ഉപരുണ്ടാക്കിയല്ല, അല്ല ഉണ്ടാക്കിയ. അങ്ങനെ കളിമണ്ണെടുത്ത് അതിനെ പക്ഷിന്റെ രൂപത്തിലാക്കി രൂപാന്തരപ്പെടുത്തിയിട്ട് ഊതിയപ്പോ പറന്നുപോയി. അപ്പൊ അള്ളാന്റെ ഹൽക്ക് പോലെയല്ല ഈസാ നബിയുടെ ഹൽക്ക്. അതാണ് ഹൽക്ക് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ശിർക്ക് വരുന്നില്ല. രണ്ടർത്ഥത്തിലാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അള്ളാന്റെ പണിയാണ്. അതിനല്ലേ ചത്ത ചകത്തിന് ജീവൻ ഇടിച്ചോവർ. ഇത് വിശ്വസിച്ചിരുന്ന സുന്നികളെ പറഞ്ഞ് ഈ ചങ്ങാതി പറ്റിച്ചതാ. മടവൂരി ഷെയ്ഖുനായോടുള്ള വിരോധം കൊണ്ട് താനി വഹാബിയായി മാറി. എന്നിട്ട് മാലിക്കുൽ മുൽക്കും അർശിന്റെ അധിപനും പടച്ചോനൊക്കെ എടുത്തിട്ടിട്ട് ഇവിടെ വസ്വാസ് ഉണ്ടാക്കി. എന്നിട്ടിപ്പം വന്ന് അസല് വയത് പറയാ, അള്ളാന്റെ അതേ അർത്ഥത്തിൽ ഒറ്റ വിശേഷണവും പറയൂല. അത് ആദ്യം എൻ്റെ പേരോടിന് പറഞ്ഞു കൊടുക്കും, അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. സലഫിക്ക് പിന്നെ പഠിപ്പിക്കാം. നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. പേരോടെയാളെ കാത്തുക്കുണ്ടാവും മുണ്ടമ്പടിയായിട്ട്. എന്തിനാണോ ഞാൻ ഇത്ര കാലായിട്ട് ഇത് പറഞ്ഞുണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇജ്ജ് വന്ന് നാസാക്കിയത്? നിങ്ങളെ വിശ്വാസപ്പെടുതാണ് മാലിക്കുൽ മുൽക്ക് പറഞ്ഞ കുഫറാണെന്നാണ്. അതാണ് ഔദ്യോഗിക വിശ്വാസം. ഇത് സലഫിനോട് മറുപടി പറയുമ്പോൾ ബോൾ അവനാന്റെ സെൽഫ് ഗോളാന്നുള്ള അറിയണില്ല. അത് തെളിയിച്ചു തരാനാണ് അള്ളാഹ് നിങ്ങളെ പഠിച്ചത്. ഇവിടെ മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ വിടാൻ പോണില്ല, ഒരവസരം കൂടി കൊടുക്കും. പറയട്ടോനെ. അതാവ് അള്ളയാണ് നിർമ്മിക്കുന്നവർ. അതെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹിനെ കുറിച്ച് ഖുർആൻ പറയാണ് അല്ലാഹു റഹ്മാനാണ് റഹീമാണ്. എന്നാൽ അതേ ഖുർആനിൽ അള്ളാഹ് പറയാണ് റഊഫുർ റഹീം. അള്ളാഹുവിന്റെ റസൂലും റഊഫും റഹീമുമാണ്. അതേ, റഊഫത്തിന്റെ നിർമ്മാതാവ് അല്ലാഹുവാണ്, ദാതാവ് അല്ലാഹുവാണ്, റഹ്മത്തിന്റെ ദാതാവ് അല്ലാഹുവാണ്. എന്നാൽ വല്ലാഹു മുഅ്തിയന ഖാസിം, അത് വിതരണം ചെയ്യുന്ന ദാതാവ് മുത്തുനബിയാണ്. ലോകം മുഴുവൻ അങ്ങനെയാണ്. മുദബ്ബിറുൽ ആലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിധീങ്ങളായ മശായിഖ് ഓരോ കാലത്തും തദ്ബീർ ചെയ്യുന്നവരാണ്. അതിന്റെ അസ്വാലത്തൻ, അതിന്റെ സൃഷ്ടിപ്പും തദ്ബീറും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എത്ര എളുപ്പമുണ്ട് കാര്യം. തൗഹീദ് എന്ന് തെറ്റി അങ്ങനെയാണോ? പണ്ട് വഹാബി എട്ടായത് എങ്ങനെയാണ്? ഒരാൾ പറയും കണ്ണിൽ കാണാത്തതും മറഞ്ഞ വസ്തുക്കളെയും വിളിച്ചാൽ ശിർക്കാവും. മറ്റേ ആള് അങ്ങനെയാണെങ്കിൽ കണ്ണിൽ കാണാത്ത ജിന്നിനെ വിളിച്ചാലോ? നിങ്ങളാ പറഞ്ഞ നിബന്ധന പടിയുണ്ടല്ലോ, അത് ശരിയല്ലേ? അപ്പൊ ഒരു ടീം ജിന്നിനെ വിളിച്ചാൽ ശിർക്കായി, വേറൊരു ടീം ജിന്ന് നമ്മൾ ആണ്ട് കാണില്ലേലും ഓ നമ്മളെ കാണുകൊണ്ട് ശിർക്ക് വരൂല. ആകെ 8ഉം 10ഉം പൊട്ടിയില്ലേ? ഈ ജാതി പണിയെടുത്തിട്ടായി നിങ്ങൾ 8ലും നിൽക്കൂലത്. നിങ്ങളൊരു 18,000 മാറും. കാരണം എന്താ? ഓരോരുത്തർക്കും ഓരോ തൗഹീദ്. പേരോണ്ണൊരു തൗഹീദ്, പൊന്മളക്ക് രണ്ടും അല്ലാത്ത ആണും പെണ്ണും അല്ലാത്ത തൗഹീദ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്ന് വെണ്ണക്കോടുകാരന് വല്ലാത്ത തൗഹീദ്. ഏതാണോ നിങ്ങളെ തൗഹീദ്? മാലിക്കുൽ മുൽക്ക് എന്ന് മശായിഖിനെ കുറിച്ച് പറഞ്ഞാൽ അതേ ഇസ്മു പറഞ്ഞത് കൊണ്ട് എങ്ങനെ കുഫർ വരും? പേരോനോട് പോയി ചോദിക്കുക. ഏട് ഞങ്ങളെ എന്നേറ്റ് വരുന്നത്? എന്നിട്ട് വലിയ അർത്ഥം ഞങ്ങൾ മറുപടി പറഞ്ഞു. മറുപടി അവനാനാ പറഞ്ഞു. മംഗലാപുരത്ത് ബാക്കി നമ്മൾ വരുന്നുണ്ട്, നിങ്ങളെ വിടാൻ വിചാരിച്ചില്ല. അങ്ങനെ തൗഹീദിൽ വരെ തല്ലുകൂടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? അതുകൊണ്ട് തന്നെ പേരോടിനെ അടുക്ക് ഇയാൾക്ക് ഓർമ്മ വരുന്നുണ്ട്. നീണ്ടു തീർന്നു കാണ്ട് കാര്യം പറയാൻ കഴിയണില്ല. അടുത്ത നോക്ക്.
നേരത്തെ പറഞ്ഞത് മറന്നു പോവുകയാണ്. ഞങ്ങള് ജീലാനി തങ്ങളെ യാ ഗൗസ് എന്ന് വിളിക്കുന്നത് ഹബീബായ തങ്ങളെ ഏതർത്ഥത്തിലാണോ അല്ല റഹീം എന്ന് ഉപയോഗിച്ചത്, ഏതർത്ഥത്തിലാണോ റഊഫ് എന്ന് ഉപയോഗിച്ചത്, ഇതുപോലെയുള്ള മറ്റൊരർത്ഥത്തിലാണ്, ആപേക്ഷികമായ അർത്ഥത്തിലാണ്. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങള് പ്രത്യക്ഷത്തിൽ നിങ്ങൾ കോട്ടിമാട്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വഹാബികൾക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, പരലോകത്തിൽ വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് AP സമസ്തക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, ഔലിയാക്കളിൽ വിശ്വാസമില്ല. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഈ വസ്ഫുകൾ പറയുമ്പോൾ അള്ളാഹ്ക്ക് പറയുന്ന അതേ അർത്ഥത്തിലാണ് എന്ന് കോട്ടിമാട്ടി ജനങ്ങളെ പറ്റിച്ച് വസ്വാസാക്കുകയാണ്. സത്യത്തിൽ സുന്നികളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? മാലിക്കുൽ മുൽക്ക് എന്നൊരു പാട്ടുകാരൻ പാടിയാൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആ പറഞ്ഞ മാലിക്കുൽ മുൽക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥമല്ല. പിന്നെയോ അത് ഈ രാജ്യത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും ഞാൻ രാജാവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവിടെ കുഫർ വരൂല, ശിർക്ക് വരൂല, കോട്ടിമാട്ടല്ല. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ വഹാബിയായി മാറി. വഹാബിനേക്കാൾ നശിച്ച് പണ്ടാരമടങ്ങിയപ്പോ ഇപ്പൊ വന്നിട്ട് വഹാബിക്ക് വഅദ് പറഞ്ഞു കൊടുക്കാണ്. തല്ല് തുടങ്ങിയിട്ടുള്ളൂ, നിങ്ങൾ ഫുള്ള് തല്ലി. എന്നാലോ ഇടയ്ക്ക് പേരോണ്ട് ഓർമ്മ വരുന്നുണ്ട്. മൗലവി പറയേണ്ട ഒരു സ്ഥലത്ത്, എന്തിനാ നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്? യാ ഗൗസ് എന്ന് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാനല്ലേ എന്ന് മൗലവി. വഹാബ് പറയുന്നുണ്ട്, അപ്പൊ പറഞ്ഞാൽ പടിയിട്ടെന്ന് പറഞ്ഞു കൊടുത്തുണ്ടോ പേരോട്? അതിനൊന്നല്ല ഞങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. യാ ഗൗസ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് നിങ്ങൾ പറഞ്ഞപ്പോ ശിർക്കല്ല എന്ന് പറയാൻ ഉണ്ടാക്കിയാണ്, വിളിക്കാനല്ല. വിളിക്കാനുള്ള ധൈര്യം എപ്പോഴും ഉണ്ടായില്ല. അതല്ലേ കുത്തുബിയത്ത് പാടില്ലായിരുന്നിപ്പോ. എന്തേപ്പം നിങ്ങൾക്കൊക്കെ ഒരു മാറ്റം? പേരോടിനെ എടുക്കൊന്ന് സുഖപ്പെടുത്തും വേണമല്ലോ. വല്ലാതെ കുഞ്ഞീരായും കൊടുക്കില്ല, കൗമ പെട്ടുപോയത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. നിർവചന പ്രകാരം മുശ്രിക്ക് മൗലവി നിർവചനം പറയട്ടെ. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? റഹ്മാനായ റബ്ബിന്റെ മാത്രമായ ഗുണവിശേഷണങ്ങൾ എത്രയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് അത്യുന്നതമായ ഏറ്റവും മെച്ചപ്പെട്ട ഉന്നതമായ ഉത്തമമായ നാമങ്ങളുണ്ട്. റബ്ബിന്റെ ഓരോ പേരുകളും അല്ലാഹുവിന്റെ ഓരോ ഗുണങ്ങളാണ്. അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു സിഫാത്തും അള്ളാഹുവിന്റെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാപരമായതോ അല്ലെങ്കിൽ സ്വതന്ത്രമായ അധികാരങ്ങളോ അവകാശങ്ങളോ വകവെച്ചു കൊടുക്കാത്തതുമായ വാക്കുകൾ. ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് അഹദ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് അഹദ് എന്ന് പറയും. എന്നാൽ ഭാഷാപരമായി എന്നെ കുറിച്ച് ഞാൻ അഹദാണ് എന്ന് പറഞ്ഞൂടെ? അത് രണ്ടും രണ്ടർത്ഥത്തിനാണ്. പക്ഷേ അഹദിന്റെ അർത്ഥം അറിയാതെ പൊട്ടത്തരം പറയരുത്. അഹദും വാഹിദും ഫർദൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ അടക്കട്ടെ. ഓൽക്കിപ്പോ ഈ മൊബിനൽ ഖിലാഫ് പറഞ്ഞാൽ തിരിഞ്ഞില്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞ ഏടുന്ന് തിരിയാൻ അവർക്കൊക്കെ ഉള്ള അന്തം പോയി. നമ്മളുള്ള കാലത്തൊക്കെ ഈ കിതാബൊക്കെ വായിക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആവില്ല. അതിലെടെ കിട്ടുന്ന ചോദിക്കണം. പക്ഷേ അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അടുത്തേട് ഇസ്തിഹാസയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കേട്ടോളി. ഇതിൽ തീരുമാനമായി, പേരോട് കുടുങ്ങി. ഒന്നുകിൽ വഹാബ് പറഞ്ഞ തെറ്റ്, അല്ലെങ്കിൽ പേരോട് പറഞ്ഞ തെറ്റ്. ആര് പറഞ്ഞതാ ശരിയെന്ന് മുഷാവറ വ്യക്താക്കണം. മാലിക്കുൽ മുലൂക്കിൽ കുടുങ്ങിങ്ങൾ. ആ പാട്ടുകാരൻ നല്ലൊരു പണിയെടുത്ത്. ഇങ്ങനത്തെ പാട്ടിഞ്ഞ് നല്ല വരട്ടെ, നല്ല പല കാര്യത്തിൽ തീരുമാനമുള്ളൂ. നിങ്ങൾ സുന്നി ഉണ്ടല്ലോ, പഴയ സുന്നി, ഓർത്ത് പറഞ്ഞു പോരുത്. ഇപ്പം നിങ്ങളുള്ള വഹാബി തൗഹീദിലാ, ആ ഓർമ്മ വേണം. പറയട്ടെ, ഇസ്തിഹാസയെ കുറിച്ച് പറഞ്ഞു. മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കാനാണ്. അല്ല, അങ്ങനെ വിളിക്കുന്നത് ശിർക്കല്ല എന്ന് പഠിപ്പിക്കാനാണ്. അതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നതിനെ പ്രതിരോധിക്കാനാണ്. അതേ ഉള്ളൂ. ഏത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോ ശിർക്കല്ല എന്ന് പറയാൻ, അതിനല്ല അമസ്ത ഉണ്ടാക്കിയത്. ശിർക്കല്ല എന്ന് പറഞ്ഞില്ലല്ലോ. യാ ഗൗസ് എന്ന് വിളിപ്പിക്കാനാണോ സമസ്ത ഉണ്ടാക്കിയത്?
അതാണ് മാല മൗലൂദുകൾ ചൊല്ലാത്തവനെ ഖാലി സ്ഥാനത്തേക്ക് പറ്റൂല എന്ന് പറഞ്ഞു. തെളിവ് പറഞ്ഞാൽ പോരാ, തെളിവ് പറഞ്ഞിട്ട് കുത്തുബിയത്ത് ചൊല്ലി നോക്കണം. അപ്പോൾ പറയാൻ ധൈര്യമില്ല. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നോക്ക്, ഞങ്ങൾക്ക് സമസ്ത എന്നാണ് സംഭവത്തിൻ്റെ ആവശ്യമില്ല. അഹ്ലുസുന്ന എല്ലാവരും ഒറ്റയടിക്ക് പറയുന്നതാണ് നമ്മളെ അടിസ്ഥാന വിഷയം യാ ഗൗസ് എന്ന് പറയല. അതിന് മുസ്തഗാസായ ആള് വേണം. അതില്ലല്ലോ, ഒക്കെ ഒരേ ജാതിയല്ലേ. ഈ ജാതി മാലിക്കുൽ മുൽക്ക് ഗുഫ്രാനൊക്കെയാണല്ലേ കൂടെ ഉള്ളത്. കുത്തുബിയത്ത് മാറ്റിയുണ്ട്. കുത്തുബിയത്ത് എന്താണല്ലേ കുത്തുബിയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്? യാ ഗൗസ് എന്നിങ്ങനെ വിളിക്കുമ്പോൾ അള്ളാഹ് സഹായിക്കുന്നതാണ്. എങ്ങനെ സഹായിക്കുക? യാ ഗൗസ് നമ്മൾ വിളിക്കുന്നതിന്റെ ബറക്കത്തോണ്ട് അള്ളാഹ് സഹായിക്കുക. എന്നാ പിന്നെ യാ അള്ളാഹ് എന്നാണ് വിളിച്ചാൽ പോലെ. എവിടുന്ന് എഴുന്നേറ്റ് വരിക ഈ സാധനമൊക്കെ? അള്ളാഹ് നമ്മളെ കാത്തത്. അതിൽ നമ്മളുണ്ടെങ്കിൽ എന്തേക്കാര അവസ്ഥ? ഞങ്ങൾ ഒരേ വണ്ടിയിൽ പ്രസംഗത്തിന് പോയതാണ്. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഒരേ കാറിലാണ് ഞങ്ങൾ പോയത്. ചിലപ്പോൾ ആ മുന്നിലിരുന്ന പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ആ സീനിയർ മുന്നിലിരിക്കണമെന്നൊക്കെ പറയും. ആയിക്കോട്ടെ ഇരുന്നോട്ടെ. അപ്പൊ ഈ സീനിയറായിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ തൗഹീദൊക്കെ വിട്ട് ശിർക്കിലെത്തില്ലേ? ഒന്ന് വെച്ചോർക്ക് കുത്തുബിയത്തിനെ കുറിച്ച് പറയുന്നത്. കുത്തുബിയത്ത് ചെല്ലുകയാണ്. എന്തെങ്കിലും ഒരു ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി തരാനാണ് നമ്മൾ കുത്തുബിയത്ത് ചെല്ലുന്നത്. അഥവാ മുഈദീൻ ശൈഖാകുന്ന മഹാനെ ബഹുമാനിച്ച സൽക്കർമ്മം കൊണ്ട്, അവിടത്തെ ബഹുമാനിച്ചാണ്ടാണല്ലോ നമ്മൾ അവിടത്തെ വിളിക്കുന്നത്. ബഹുമാനത്തിനാണ്. അവിടത്തെ കറാമത്ത് തേടുന്നത് അവിടത്തെ ആദരിക്കാനാണ്. ആ സൽക്കർമ്മത്തെ മുൻനിർത്തി, കുത്തുബിയത്തിനെ മുൻനിർത്തി, ജീലാനി തങ്ങൾക്ക് തന്നെ അള്ളാഹു കൊടുത്ത കഴിവുകളിലൂടെയുള്ള ഇടപാടുകൾ പ്രതീക്ഷിച്ച് നമ്മൾ അങ്ങനെ ജീലാനി തങ്ങളെ വിളിച്ചാണോ വളഞ്ഞു മൂക്കുപിടിക്കണത്? നേർക്ക് നേരെ പറയ്. അല്ല സ്പെഷ്യൽ കുദറത്ത് കൊടുത്ത ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. ആ കഴിവാണ് ആ പേരിലുള്ളത്. ഓ നേരത്തെ പറഞ്ഞ പേരിലുണ്ട്, ഗൗസുൽ അഅ്ലം, ഏറ്റവും വലിയ സഹായി എന്ന് അള്ളന്റെ പേരിട്ട് കൊടുത്തതായി. അപ്പൊ യാ ഗൗസ് യാ മുഹിയദ്ദീൻ എന്ന് വിളിച്ചാൽ ഡയറക്റ്റ് ഗൗസുൽ അഅ്ലം സഹായി. അള്ള കൊടുത്തോണ്ടാണ്, അത് പറയണ്ടില്ല. അല്ലാത്തവിടെ ആരും ഇല്ലല്ലോ. ഗൗസുല്ലാതെ നേരിട്ട് സഹായിക്കും. അല്ല, ഇങ്ങനെ വിളിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട്, ആദരിച്ചതിന്റെ ഫലം കൊണ്ട് സഹായം അവിടുന്ന് വരും. അതിന്റെ പേര് ഇസ്തിയാസ എന്നല്ല. ഒക്കെ മാറ്റീനിട്ടോ. പല കഥ കഴിഞ്ഞ് കിടക്കുക. നേരം കുറെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതൽ പറയണില്ല. മണ്ണാർക്കാട് ഒത്തിരി പറയേണ്ടിയുണ്ടല്ലോ. പണ്ട് നമ്മൾ മണ്ണാർക്കാട് പറയണതാണല്ലോ ഏറ്റവും പ്രശ്നം. ഇന്നിപ്പോൾ മണ്ണാർക്കാട് പറയാതെ പോകാൻ വയ്യല്ലോ. തൊയ്രുസാ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി 1-2 കാര്യം കൂടി പറഞ്ഞ് നിർത്താം. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ അവൾ എത്തി നിൽക്കുന്ന ഇടച്ചാൽ AP സമസ്തയുടെ ന്യൂ തൗഹീദ് അനുസരിച്ച് ഇയാൾ ഈ പ്രസംഗിച്ചത് ഓൽക്കുള്ള മറുപടിയാണ്. സലഫി അടക്കട്ടെ, സലഫി പോയി, എൻ്റെ കാര്യം പറഞ്ഞില്ല. ഈ സലഫികളെ കുറിച്ച് ആദ്യം ഒന്ന് വിലയിരുത്താം. ശാല മംഗലാപുരത്ത് നമുക്ക് ബാക്കി കൊടുക്കേണ്ടിണ്ട്. വീണ്ടും സലഫി വരുന്നതാണ്. ആ വീണ്ടും ഇയാൾ വരട്ടെ. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. അത് കൃത്യമായിട്ട് പേരോണ്ടും കൂടി വിശദീകരിക്കണം. മാലിക്കുൽ മുൽക്കും അർശിന്റെ അധിപനും ഖാലിക്കും തദ്ബീറും ഇതൊക്കെ വിശദീകരിക്കണം. ഇതേ ഞങ്ങൾ വിടൂല, വിശദീകരിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഇത് തൗഹീദാണ് വിഷയം. കളി എങ്ങോട്ടാ? ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞു. അള്ളാന്റെ വിശേഷണങ്ങളും പേരുകളൊക്കെ അള്ളാഹ്ക്കു പറയുന്ന അർത്ഥത്തിൽ ആർക്കും പറയൂല. അത് പറയാൻ പാടില്ലല്ലോ. അള്ളാഹ് സ്വയം തൊക്കെ ഉള്ള ആളല്ലേ. സൃഷ്ടികളെ കുറിച്ചാണോ അത് പറയുന്നത്? അർത്ഥം മാറും. ലഫ്ളിൽ അതൊന്നായിരിക്കും. അത്ര ഇതിലുള്ളൂ. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് കുഫർ, ആരും ഞാൻ പറയുന്നത് പോലെ പറയാത്തതിൽ എനിക്ക് വിഷമുണ്ട്. എല്ലാരും എന്നെ പോലെ പൊട്ടന്മാരല്ലല്ലോ. വല്ലാത്തൊരു കഥ തന്നെയാണ് വല്ല കഥ.